സിസ്റ്റർ ഒന്ന് നിൽക്കൂ. അവരുടെ മുഖം കണ്ടിരുന്നുവോ? ഗ്യാസ് അടുപ്പിൽ മുഖം വെച്ച് പൊള്ളിച്ചു സ്വയം. സിസ്റ്റർ എന്നറിയപ്പെട്ടത് യൂതിത്ത് എന്നാണ്. സേനാധിപനെ വശീകരിച്ചു കൊന്ന് അസീറിയക്കാരിൽ നിന്ന് ഇസ്രായേലികളെ മോചിപ്പിച്ചവൾ. പക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ സിസ്റ്റർ വെറും വശീകരിക്കുന്നവൾ മാത്രമായിപ്പോയി. പൊറുതി മുട്ടിയിട്ടാണ് സിസ്റ്റർ ശരീരം വികൃതമാക്കി കളഞ്ഞത്. എന്നെ ഓർക്കുന്നില്ലേ? സിസ്റ്റർ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുമ്പോൾ ഞാൻ PG ഫൈനൽ ഇയറിനുണ്ടായിരുന്നു RMSൽ. സിസ്റ്റർ PhD MPhil ഒക്കെ എടുത്തായി പിന്നെ കേട്ടു. സ്കൾച്ചറിങ്ങിലും ഡിഗ്രി എടുത്തല്ലോ. ഒരു ജോലിക്ക് ശ്രമിച്ചൂടെ? ഏതെങ്കിലും കോളേജിൽ എളുപ്പത്തിൽ കിട്ടും സിസ്റ്റർക്ക്. നോവീസൊക്കെ കഴിഞ്ഞ് തന്നെയല്ലേ സിസ്റ്റർ ഇവിടം വരെ എത്തിയത്? കഠിന മിണ്ടടക്കം കണ്ട് ചോദിച്ചു പോയതാണ്. സിസ്റ്റർ ഒന്ന് നിൽക്ക്. വേറൊരു കോൺവെന്റിലായിരുന്നെങ്കിൽ സിസ്റ്ററുടെ ഈ ദിവസം ഇങ്ങനെ ആകുമായിരുന്നില്ല. വലിയ ആഘോഷങ്ങളൊക്കെ ഉണ്ടായേനെ. സിസ്റ്ററുടെ നിത്യവ്രത വാർഷിക ദിനമാണല്ലോ ഇന്ന്. എൻ്റെ അഭിനന്ദനങ്ങൾ. ഇന്ന് എൻ്റെ നിത്യവ്രത വാർഷിക ദിനമല്ല, എൻ്റെ വിവാഹ വാർഷിക ദിനമാണ്. എൻ്റെ ഓരോ കുർബാനയും അവിടത്തേക്കുള്ള ആലിംഗനങ്ങളായിരുന്നു. അവിടുന്ന് എനിക്ക് ചാർത്തിയ വിശുദ്ധമായ താലി അതാണിത്. നിന്റെ അധരം ചെന്നൂല് പോലെയാണ്. നിന്റെ മൊഴികൾ മധു ഊറുന്നതാണ്. നിന്റെ പ്രേമമാകട്ടെ വീഞ്ഞിനേക്കാൾ മാധുര്യമുള്ളതും. മൂടുപടത്തിനുള്ളിൽ നിന്റെ കവിൾത്തടങ്ങൾ മാതളപ്പഴ പകുതികൾ പോലെയും. നിന്റെ വസ്ത്രങ്ങളുടെ തൂമണം ലബനോണിലെ സുഗന്ധദ്രവ്യം പോലെയുമാണ്. എൻ്റെ പ്രാണപ്രിയനെ രാത്രിയിൽ ഞാൻ കിടക്കയിൽ അന്വേഷിച്ചു, കണ്ടില്ല. ഞാൻ അവനെ വിളിച്ചു, ഉത്തരം കിട്ടിയില്ല. ഞാൻ എഴുന്നേറ്റ് നഗരത്തിലും തിരുവീഥികളിലും തുറസായ സ്ഥലങ്ങളിലും അന്വേഷിക്കും. ഞാൻ അവരെ കടന്നുപോയതേയുള്ളൂ. അതാ എൻ്റെ പ്രാണപ്രിയൻ, അതാ എൻ്റെ പ്രിയന്റെ സ്വരം, അതാ മലമുകളിലൂടെ കുതിച്ചു ചാടിയും കുന്നുകളിൽ തുള്ളിച്ചാടിയും അവൻ വരുന്നു. എൻ്റെ മണവാട്ടി, നീ എൻ്റെ ഹൃദയം കവർന്നിരിക്കുന്നു. മൂടുപടത്തിനുള്ളിൽ നിന്റെ കണ്ണുകൾ ഇണപ്രാവുകളെ പോലെയാണ്. നിന്റെ സ്തനങ്ങൾ ലില്ലികൾക്കിടയിൽ മേയുന്ന ഇരട്ട മാൻകുട്ടികളെ പോലെയാണ്. എൻ്റെ ആത്മനാഥൻ എൻ്റേതാണ്, ഞാൻ അവൻ്റേതും. വെയിലാറി നിഴലുകൾ നീളും മുൻപേ എൻ്റെ പ്രിയനെ വരിക.
അവിടുന്ന് എന്നെ അത്ഭുതപ്പെടുത്തുന്നു നാഥ. നിന്റെ ഹൃദയം പൂർണ്ണമായും എനിക്ക് തരില്ലേ? നിന്നെ പൂർണ്ണമായും എനിക്ക് സമർപ്പിക്കില്ലേ? എൻ്റെ ശരീരത്തിലൂടെ മധുരമുള്ള പുഴ ഒഴുകുന്നു. മറ്റു സിസ്റ്റർമാർക്കൊന്നും ഇല്ലാത്ത എന്ത് പ്രത്യേകതയാണ് നിനക്കുള്ളത്? നീ എവിടെയായിരുന്നു? മൗനം അഭിനയിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പറഞ്ഞേ ഒക്കൂ. നിന്റെ ഈ നിഗൂഢ സ്വഭാവം അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ശരി, ഞാൻ പ്രൊവിശാളമ്മയ്ക്ക് എഴുതുന്നുണ്ട്. നിനക്കിവിടെ ഗെത്സേമനി, ഈശോയ്ക്ക് ഗെത്സേമനി എவ்விதമായിരുന്നോ അതുപോലെയാണ് നിനക്ക് ഈ കോൺവെന്റ് എന്ന് ഞാൻ എഴുതിക്കോളാം. അതിനെനിക്കിവിടെ ഒരു മനോപീഡയും ഇല്ല മദർ. ഞാൻ സുപ്പീരിയറായ കോൺവെന്റിലെ സിസ്റ്റർ എൽസിറ്റ വേണ്ട. സഭ ഈശോയുടെ ശിരസും മറ്റെല്ലാം അവയവങ്ങളും. കോൺവെന്റ് മാറിയതുകൊണ്ട് അവയവം അവയവമല്ലാതാകുന്നില്ലല്ലോ. വായ തുറന്ന സുവിശേഷം. എനിക്കിപ്പോഴറിയണം, ഇന്നലെ രാത്രി നീ എവിടെയായിരുന്നു? ഞാൻ ഈശോയുടെ കൂടെയായിരുന്നു മദർ. ആഹാ, ഈശോടൊപ്പോ? നിന്റെ കൂടെയോ? ഈശോ എവിടെന്ന് വന്നു? ആകാശത്തുനിന്ന് പറന്നു വന്നതായിരിക്കും. ഡോക്ടർ അച്ഛന് മാത്രമേ ഇനി നിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാനാവൂ. ചാപ്പലിലേക്കുള്ള നിന്റെ തിരുരൂപം ഇനി വേണ്ട. മരുഭൂമിയിലെ പരീക്ഷ. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്നും മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചിട്ടില്ല. സിസ്റ്ററുടെ ആത്മാവിൽ സാത്താൻ പ്രവേശിച്ചിട്ടുണ്ട്. ഡോക്ടർ അച്ഛനെ അറിയിക്കാം. അദ്ദേഹം തീരുമാനിക്കട്ടെ. അതെ, അതെ, ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുള്ളത് സാത്താനെ കരുതിയിരിക്കണം, സാത്താനെ കരുതിയിരിക്കണം. എവിടെയാ? അവിടെ വരൂ. കൊച്ചു സിസ്റ്റർക്ക് പ്രാർത്ഥിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. ശരി അച്ചോ.
മരുന്നുകൾ തനിയെ കഴിക്കുന്നു തോന്നുന്നില്ല. ഉം, ഭക്ഷണത്തിൽ കലത്തി കൊടുക്കാം. ശരി. എൻ്റെ പ്രിയേ, എൻ്റെ പ്രിയേ, നീ എത്ര സുന്ദരി. അതെ, നീ സുന്ദരി തന്നെ. നിന്റെ കണ്ണുകൾ ഇണപ്രാവുകളാണ്. എന്റെ പ്രിയനെ, നീ എത്ര സുന്ദരൻ. അതെ, സുന്ദരൻ തന്നെ. നമ്മുടെ ശയ്യാതലം ഹരിതമോഹനമാണ്. ദേവദാരു കൊണ്ട് ഉത്തരവും സരളവൃക്ഷം കൊണ്ട് കഴുക്കോലും തീർത്തതാണ് നമ്മുടെ ഭവനം. അന്ന് ദുഃഖവെള്ളിയാഴ്ചയായിരുന്നു. തിരുരൂപം താഴെ ഇറക്കി കിടത്തിയിരിക്കുന്നു. എല്ലാവരും മുത്തം നൽകുന്നു. കയ്പുനീര് കുടിച്ച് പലരും മടങ്ങുന്നു. എനിക്ക് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. ഈശോ അനുഭവിച്ച പീഡനങ്ങൾ മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. യേശുവിനോട് കൂടുതൽ അടുക്കുന്നവരെ സാത്താൻ കൂടുതൽ വെറുക്കുന്നു. ഇവിടുത്തെ സാത്താന്മാർക്ക് സിസ്റ്ററോട് വെറുപ്പാണ്. സിസ്റ്റർക്ക് മാനസിക രോഗമുണ്ടെന്ന് വരുത്തി തീർക്കുകയാണ് അവർ. ഈശോ എന്നെ വിളിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ കന്യാസ്ത്രീയായത്. എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാവുന്ന വാക്ക് അദ്ദേഹം പാലിക്കുന്നുണ്ട്. സിസ്റ്റർ പ്രവൻഷ്യാളമ്മയ്ക്ക് എഴുതണം ഇവിടെ നടക്കുന്ന നെറുകേടുകളെക്കുറിച്ച്. എനിക്കിഷ്ടപ്പെട്ട അപ്പവും മീനും നിനക്കും ഇഷ്ടപ്പെടും.